ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണേശായ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 അർജുന വിഷാദയോഗം. ശ്ലോകം 11 മുതൽ 15 വരെ. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. തസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധഃ പിതാമഹഃ. സിംഹനാദം വിനദോശ്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. തദസംഘാശ്ച ഭേര്യശ്ച പണവാനഗോമുഖാ. സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത്. തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ. മാധവാ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖോ പ്രദദ്മധോ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയാ. പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര. 11-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മം ഏവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു ച സർവേഷു, അയനേഷു ച സർവേഷു എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലും സർവ ഇടങ്ങളിലും യഥാ ഭാഗം അവസ്ഥിത യഥാഭാഗങ്ങളിൽ എവിടെയാണോ നിയോഗിച്ചിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് ഓരോരുത്തരും അവരുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഭീഷ്മമേവ അഭിരക്ഷന്തു ഭീഷ്മരെ സംരക്ഷിക്കണം. ഭവന്തഃ സർവ ഏവ ഹി എല്ലാവരും ചേർന്ന് കുരുവൃദ്ധനായ പിതാമഹനായിട്ടുള്ള യുദ്ധത്തിൻ്റെ പ്രധാന കേന്ദ്രമായ നമ്മുടെ സൈന്യത്തിൻ്റെ നട്ടെല്ലായ ഭീഷ്മരെ രക്ഷിക്കണമെന്ന് പറയുകയാണ് ദ്രോണാചാര്യരോട് ദുര്യോധനൻ. അർജുനനെ രക്ഷിക്കുന്നതിനും രണ്ടുപേരെ ദൃഷ്ടദ്യുത്മനൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അല്ലേ? യുധാമന്യുവും അതുപോലെ തന്നെ ഉത്തമൗജസും. ഇവരാണ് അർജുന രഥത്തെ ഇടതും വലതും നിന്ന് രക്ഷിച്ചു പോരുന്നത്. അതുപോലെ തന്നെ ഭീഷ്മസേനനെയും രക്ഷിക്കണം. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രദ്ധയെല്ലാം മാറിപ്പോകും. ശത്രുക്കൾ ഭീഷ്മരെ ഒരുമിച്ച് ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹം വൃദ്ധനാണ്. അതുകൊണ്ട് പ്രത്യേക ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ മേൽ വേണമെന്നാണ് ദുര്യോധനൻ ഇവിടെ ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മളൊരു ഫുട്ബോൾ കളിയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ, ഏത് ക്രിക്കറ്റ് കളിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ആ മത്സരത്തെ ജയിപ്പിക്കാൻ കഴിവുള്ള ആളുടെ നേരെയായിരിക്കും മറ്റുള്ള എതിർഭാഗത്തിൻ്റെ ശ്രദ്ധ മുഴുവനും. അതോടൊപ്പം തന്നെ ഈ നേതാവിനെ, തങ്ങളെ ജയിപ്പിക്കാൻ കരുത്തുള്ള നേതാവിനെ സംരക്ഷിക്കുക എന്നുള്ളതും ആ വിഭാഗത്തിൻ്റെ ആവശ്യം തന്നെയാണ്. ഇതു കേൾക്കുന്ന ഭീഷ്മർ താൻ വൃദ്ധനാണ്, തന്നെ സംരക്ഷിക്കണമെന്നെല്ലാം ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരോട് പറയുന്ന സമയത്ത് താൻ അങ്ങനെയൊന്നുമല്ല എന്നുള്ളത് തൻ്റെ കൊച്ചുമകനെ അറിയിക്കുന്നതിനും സൈന്യത്തെ മുഴുവനും ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടി, താൻ ഇപ്പോഴും കേമനാണ്, പ്രതാപവാനാണ് എന്ന് അറിയിക്കുന്നതിനു വേണ്ടി ഭീഷ്മർ തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനോദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. തസ്യ
ആ സമയം ദുര്യോധനന് സംജനയൻ ഹർഷം, സന്തോഷം ഉണ്ടാകുന്നതിനു വേണ്ടി കുരുവൃദ്ധനായിട്ടുള്ള പിതാമഹനും കുരുവൃദ്ധനുമായ ഭീഷ്മാചാര്യർ തൻ്റെ കൊച്ചുമകന് സന്തോഷം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി സിംഹനാദം വിനോദ്യോ ഉച്ചത്തിൽ, അത്ര അധികമായ സ്വരത്തിൽ, സിംഹത്തിൻ്റേതുപോലുള്ള ശബ്ദം ധ്വനിപ്പിച്ചുകൊണ്ട് ശംഖം ദദ്മൗ പ്രതാപശാലിയായ ഭീഷ്മാചാര്യർ തൻ്റെ ശംഖെടുത്ത് ഊതി എന്ന് പറയുകയാണ്. ഭീഷ്മാചാര്യർ തൻ്റെ സിംഹനാദം പോലുള്ള ശംഖധ്വനിയിലൂടെ സൈന്യത്തെ മുഴുവനും അറിയിക്കുകയാണ്, ഞാനിപ്പോഴും പ്രതാപശാലിയാണ്, ഹേ ദുര്യോധന, നീ വിഷമിക്കേണ്ടതില്ല എന്നുള്ള ഒരു ശംഖധ്വനിയായിരുന്നു ആ സമയം ദുര്യോധനന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇത് കേൾക്കുമ്പോൾ കാര്യം ഭീഷ്മാചാര്യർക്ക് അറിയാം ഈ യുദ്ധം പാണ്ഡവരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ അവരുടെ കൂടെയാണ്. എവിടെയാണോ ധർമ്മമുള്ളത് ആ ധർമ്മമേ വിജയിക്കൂ എന്നുള്ളതെല്ലാം ഭീഷ്മാചാര്യർക്ക് അറിയാം. എന്നിരുന്നാൽ തന്നെയും തൻ്റെ കർത്തവ്യം എന്താണോ അത് നിറവേറ്റാൻ താൻ അങ്ങേയറ്റം ശ്രമിക്കും എന്നാണ് ഈ ശംഖധ്വനിയിലൂടെ അദ്ദേഹം ദുര്യോധനനെയും അതുപോലെ തന്നെ തന്നെ വിശ്വസിച്ച് തൻ്റെ പുറകിൽ നിരന്നിരിക്കുന്ന സൈന്യത്തെയും അറിയിക്കുന്നത്. യുദ്ധം തുടങ്ങട്ടെ എന്നുള്ള ഈ ശംഖധ്വനി മുഴങ്ങുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ, നമ്മൾ ഏത് ക്രിക്കറ്റ് കളി കാണുകയാണെങ്കിലും ഫുട്ബോൾ കളി കാണുകയാണെങ്കിലും ആ മത്സരത്തിനിടയിൽ അതിനു ചുറ്റും ഒരുപാട് ജനങ്ങൾ കൂടിയിരിക്കും. അതുപോലെ തന്നെ തൻ്റെ സൈന്യത്തെ, തൻ്റെ പിറകിൽ നിൽക്കുന്ന സൈന്യത്തെ ഉന്മാദിപ്പിക്കുന്നതിന് വേണ്ടി, അവരിൽ സന്തോഷം ജനിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയും അനേകം മേളക്കാർ നിരന്നിരുന്നു. ഈ ശംഖധ്വനി മുഴങ്ങുന്നതോടുകൂടി തഥാ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖ, തഥാ ആ സമയത്തു തന്നെ, എപ്പോഴാണോ ഭീഷ്മാചാര്യർ ശംഖധ്വനി മുഴക്കിയത് ആ സമയത്തു തന്നെ ശംഖാശ്ച ശംഖുകളും ഭേര്യശ്ച ചെണ്ടകൾ പണവാനകഗോമുഖ പെരുമ്പറകൾ ഇവയെല്ലാം തന്നെ, കൊമ്പുകൾ, കുഴലുകൾ ഇവയെല്ലാം തന്നെ സഹസായേവ അഭ്യഹന്യന്ത, സഹസായവ പെട്ടെന്ന് തന്നെ ഒരേ സമയത്ത് സശബ്ദ തുമുലോ അഭവത് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. എല്ലാ ദിക്കുകളും നിറയുന്ന പെരുമ്പറകളും കൊമ്പുകളും കുഴലുകളും കൊണ്ട് ശബ്ദമുഖരിതമാവുകയാണ് ആ കുരുക്ഷേത്ര യുദ്ധഭൂമി. ഇനി നമുക്ക് മറുവശത്തേക്കൊന്ന് നോക്കാം. മറുവശത്ത് എങ്ങനെയാണ്? തദ ശേതൈ ഹയയുക്തേ മഹതി സ്യന്ദനേ സ്ഥിതൗ മാധവ പാണ്ഡവ ചയേവ ദിവ്യൗ ശംഖൗ പ്രഥത്മദൂ. തഥാ ഭീഷ്മാചാര്യർ ശംഖുമുഴക്കി. ആ ശംഖുനാദം കേൾക്കുന്ന ഉടനെ തന്നെ ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ശ്വേത ഹയയുക്തേ, ശ്വേത ഹയയുക്തേ വെളുത്ത കുതിരകളെ പൂട്ടിയ മഹതി സ്യന്ദനേ സ്ഥിതൗ വലിയ തേരിലിരിക്കുകയാണ്. ആരൊക്കെ? മാധവ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനുണ്ട്. പാണ്ഡവാശ്ചയേവ പാണ്ഡവരിൽ അർജുനനുണ്ട്. ദിവ്യൗ ശംഖൗ പ്രഥത്മദോ അവരുടെ ദിവ്യങ്ങളായ ശംഖുകളും. ഭഗവാന്റെയും അർജുനന്റെയും ശംഖുകൾ ദിവ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. വെളുത്ത കുതിരകളായിരുന്നു അല്ലേ? 4 വെളുത്ത കുതിരകൾ, ഭഗവാൻ കൊടുത്ത 4 കുതിരകളാണ് അർജുനനുണ്ടായിരുന്നത്. എന്താ പേരെന്നറിയോ? ശൈബ്യൻ, സുഗ്രീവൻ, മേഘപുഷ്പൻ, ബലാഹകൻ. ഇങ്ങനെ 4 ശ്വേതൈ വെളുത്ത കുതിരകൾ, വെളുത്ത കുതിരകളെ പൂട്ടിയ മഹാരഥൗ മഹാരഥത്തിൽ ഇരുന്നു കൊണ്ട്. മഹാരഥം എവിടെ നിന്നാണ്? വരുണദേവൻ കൊടുക്കുന്നതാണല്ലേ. വാനരധ്വജം നാട്ടിയ ആ രഥം അഗ്നിദേവന്റെ ആവശ്യപ്രകാരം വരുണദേവൻ കൊടുക്കുന്നതാണ്. ഗാന്ധവ ദഹന സമയത്ത് ഗാന്ധീവം എന്ന വില്ലും അക്ഷയതൂണിയും വാനര ധ്വജം നാട്ടിയ രഥവും കൊടുക്കുകയാണ് വരുണദേവൻ. അതാണ് ഇപ്പോൾ ആ രഥത്തിലിരുന്നു കൊണ്ടാണ് ഭഗവാനും അർജുനനും തൻ്റെ ദിവ്യങ്ങളായ ശംഖുകൾ ഊതുന്നത്. ഏതൊക്കെയായിരുന്നു ശംഖുകൾ? പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാവൃഗോദരഃ. പാഞ്ചജന്യം ഋഷികേശോ, ഭഗവാൻ ഇവിടെ ഋഷികേശൻ എന്നാണ് വിളിക്കുന്നത്. എന്താ കാരണം? സകല ഇന്ദ്രിയങ്ങളുടെയും നാഥനാണ് ഭഗവാൻ.
എല്ലാ ഇന്ദ്രിയങ്ങളും ഭഗവാനാലാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ഇവിടെ പാഞ്ചജന്യം 5 ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കപ്പെടുന്നവനായ ഋഷികേശനായിട്ടുള്ള ഭഗവാൻ വിളിക്കുന്ന ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. എങ്ങനെയാ ഭഗവാന് പാഞ്ചജന്യം കിട്ടുന്നത്? പണ്ട് തൻ്റെ ഗുരുവായ സാന്ദീപനി മഹർഷിയുടെ പുത്രനെ ഗുരുദക്ഷിണയായി ഗുരു ആവശ്യപ്പെടുന്ന സമയത്ത് സമുദ്രത്തിനടിയിൽ തൻ്റെ ഗുരുവിൻ്റെ പുത്രനെ അന്വേഷിച്ച് ചെല്ലുന്ന ഭഗവാൻ ശംഖാസുരൻ അല്ലെങ്കിൽ പാഞ്ചജന്യൻ എന്ന അസുരനുമായി യുദ്ധത്തിൽ ഏർപ്പെടുന്നു. ഈ അസുരൻ ഈ ശംഖിൻ്റെ ഉള്ളിലാണ് ഒളിച്ചു താമസിച്ചിരുന്നത്. ആ ശംഖാസുരനെ അല്ലെങ്കിൽ പാഞ്ചജന്യനെ യുദ്ധത്തിൽ വധിച്ച് ഭഗവാൻ ആ ശംഖ് കൈപ്പെടുത്തിയതാണ് പാഞ്ചജന്യം എന്ന് പറയുന്ന ഭഗവാൻ ഉപയോഗിക്കുന്ന ശംഖ്. ശത്രുവിൻ്റെ മേൽ എപ്പോഴും വിജയമുണ്ടാകും. ശംഖാസുരനെ വധിച്ചതിന് ശേഷം ഭഗവാൻ ആ ശംഖെടുത്ത് ഊതുകയാണ്. ശത്രുവിൻ്റെ മേലുള്ള വിജയത്തെയാണ് പാഞ്ചജന്യം എന്ന ഭഗവാന്റെ ശംഖ് കുറിക്കുന്നത്. അതുപോലെ തന്നെ ദേവദത്തം ധനഞ്ജയൻ. ആരാ ധനഞ്ജയൻ? അർജുനൻ. എന്തുകൊണ്ടാണ് അർജുനനെ ധനഞ്ജയൻ എന്ന് വിളിക്കുന്നത്? രാജസൂയ യജ്ഞത്തിനു വേണ്ടി 4 ദിക്കുകളിലേക്കും പാണ്ഡവന്മാർ പോയില്ലേ? അങ്ങനെ ധനഞ്ജയനായിട്ടുള്ള അർജുനനാണ് 100 വർഷക്കാലം ചിലവഴിച്ചാലും തീരാത്തത്ര ധനം സ്വരൂപിച്ച് തൻ്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിര മഹാരാജാവിന് യജ്ഞം നടത്തുന്നതിന് കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അർജുനനെ ധനഞ്ജയ എന്ന് വിളിക്കുന്നത്. ധനഞ്ജയനായിട്ടുള്ള അർജുനൻ ദേവദത്തം എന്ന ശംഖ മുഴക്കുന്നത്. എവിടെന്നാ അർജുനന് ദേവദത്തം കിട്ടുന്നത്? പണ്ട് ഇന്ദ്രദേവന്റെ നിർദ്ദേശപ്രകാരം നിവാത കവച കാലകേയ വധം ചെയ്യേണ്ടി വന്നു അർജുനന്. ഈ രാക്ഷസന്മാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇന്ദ്രദേവൻ അർജുനനെ വിളിച്ചിരുന്നു. ആ സമയത്ത് അർജുനൻ ഇവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ഇവരെ തോൽപ്പിക്കുകയും ചെയ്തു. ആ സന്തോഷം കൊണ്ടാണ് ഇന്ദ്രദേവൻ അർജുനന് ദേവദത്തം, ദേവൻ നൽകിയത് എന്ന അർത്ഥം വരുന്ന ദേവദത്തം എന്ന ശംഖ് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ സമ്മാനം വേറെയും കൊടുത്തു അർജുനൻ ഇന്ദ്രദേവൻ ആ സമയത്ത്. ഇഷ്ടംപോലെ സ്വർണം, രത്നമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, കിരീടം, ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ ഇന്ദ്രദേവൻ ആ സമയത്ത് അർജുനന് കൊടുത്തു. ഈ കാലകേയ വധം കഴിഞ്ഞ് അർജുനൻ വരുന്ന സമയത്ത്. പിന്നെ ആരാ ശംഖ് വിളിക്കുന്നത്? പൗണ്ഡ്രം ധത്മൗ മഹാശംഖം. വലിയ ശംഖായിട്ടുള്ള പൗണ്ഡ്രം ഭീമസേനന്റെ മരുത്തന്റെ അടുത്ത് നിന്നാണ് കിട്ടുന്നത്. ആ വളരെ വലിയ ശംഖും പൗണ്ഡ്രം ധത്മൗ മഹാശംഖം, മഹാശംഖമായിട്ടുള്ള പൗണ്ഡ്രമും വിളിച്ചു. ആരാ വിളിച്ചത്? ഭീമകർമാവൃഗോദരഃ. ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വൃഗ ഉദരനായിട്ടുള്ള, ചെന്നായിയുടെ ഉദരനായിട്ടുള്ള, വയറുള്ള, ജഠരാഗ്നി വയറ്റിലുള്ള, എന്ത് കഴിച്ചാലും ദഹിക്കാൻ പാകത്തിന് ചെന്നായിയുടെ വയറുള്ള, ജഠരാഗ്നിയുള്ള ഭീമകർമ്മങ്ങൾ ചെയ്യുന്ന, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്ന ഭീമസേനനെയാണ് വൃഗോദര എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയെല്ലാം ആരാ സംബോധന ചെയ്യുന്നത്? ഇങ്ങനെയെല്ലാം സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുക്കുകയാണ്. ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞു. അത് കേട്ട് ഭീഷ്മാചാര്യർ തൻ്റെ ശംഖെടുത്ത് മുഴക്കി. ശംഖധ്വനി കേട്ടതോടുകൂടി യുദ്ധം തുടങ്ങുകയായി എന്ന് സങ്കല്പത്താൽ പലതരത്തിലുള്ള പെരുമ്പറകൾ മുഴക്കി. ആ സമയം പാണ്ഡവ സൈന്യത്തിൽ ഭഗവാനും അർജുനനും വെള്ളക്കുതിരകളെ പൂട്ടിയ മഹാരഥത്തിൽ ഇരിക്കുകയാണ്. ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് ഋഷികേശനായിട്ടുള്ള സർവ്വ ഇന്ദ്രിയങ്ങളുടെയും നാഥനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ പാഞ്ചജന്യം എന്ന ശംഖം ധനഞ്ജയനായിട്ടുള്ള, ധനങ്ങളാൽ സമൃദ്ധിയായിട്ടുള്ള അർജുനൻ തൻ്റെ ദേവദത്തം എന്ന ശംഖം, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വൃഗോദരനായിട്ടുള്ള ഭീമസേനൻ പൗണ്ഡ്രം എന്ന ശംഖം എടുത്ത് മുഴക്കി എന്ന് ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്. ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഹരേ കൃഷ്ണ.